ഭഗവത്ഗീത 3-ാം അധ്യായത്തിലെ കർമ്മയോഗം. അതിൽ അർജുനൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ ശ്രദ്ധിക്കാം. അർജുനൻ പറയുകയാണ്, കൃഷ്ണ, എനിക്കിത് അങ്ങ് എന്താണ് പറയണതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങ് എന്ത് പറഞ്ഞു? എഴുന്നേക്കാൻ പറഞ്ഞു. ഉത്തിഷ്ഠ എന്ന് പറഞ്ഞു. എഴുന്നേക്കാൻ പറഞ്ഞു യുദ്ധം ചെയ്യാനായിട്ട്. അതേസമയം അതിനുശേഷം അങ്ങ് ഈ ആധ്യാത്മിക ജ്ഞാനത്തെക്കുറിച്ചും അതിൽ പോകുമ്പോഴുള്ള ആ ഉയർച്ചയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് അവസാനം സമാധിസ്ഥനാരാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തെ എനിക്കിതിലേതാണ് ശരിയായ മാർഗമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ഏത് രീതിയിലാണ് പോകേണ്ടത്, എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് ഏതാണെന്ന് അങ്ങ് കൃത്യമായിട്ട് പറഞ്ഞു തരണം. അപ്പം 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിന. ഈ 2 വിധത്തിലാണ് ജ്ഞാനയോഗവും കർമ്മയോഗവും. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനമാർഗത്തിൽ കൂടി പോകുന്നവർ, അവർ ജ്ഞാനയോഗികളായിട്ട് അങ്ങനെ പോകും. അതേസമയം സാഖ്യന്മാർ മറ്റുള്ളവരോ കർമ്മയോഗത്തിൽ കൂടി തത്വമൊക്കെ അറിഞ്ഞ് കർമ്മം ചെയ്ത് അങ്ങനെ കർമ്മയോഗികളായിട്ട് മാറും എന്ന് പറഞ്ഞു. അപ്പം ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കേൾക്കാം. ന കർമ്മണാം അനാരംഭൻ നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതി ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അതാണ് കാരണം ഒരു കർമ്മവും ചെയ്യുന്നില്ല, അനാരംഭം ഒന്നും ചെയ്യുന്നില്ല, ഒരു കർമ്മവും ആരംഭിക്കുന്നില്ല എന്നും പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യൻ നൈഷ്കർമ്മ്യമാണ് എന്ന് വെച്ചാൽ കർമ്മം ചെയ്യാത്തവനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു സന്യാസി, ഒരാൾ സന്യാസം സ്വീകരിച്ചതുകൊണ്ടും അദ്ദേഹം ബ്രഹ്മനിഷ്ഠനാണ്, കർമ്മസ്പർശമില്ലാത്ത ബ്രഹ്മനിഷ്ഠൻ. കാരണം കർമ്മമൊന്നും ചെയ്യാതെ ഇങ്ങനെ ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കുക എന്ന് പറയാനും പറ്റില്ല. കാരണം എന്താണെന്നറിയാമോ? അടുത്തതിലേക്ക് എടുക്കൂ. 5-ാമത്തേത് നഹി കശ്ചിത് ക്ഷണമപി ജാതുത്തിഷ്ഠത്യകർമ്മകൾ കാര്യതേ ഹ്യവശകർമ്മ സർവ പ്രകൃതിജയർഗുണൈ. നമുക്ക് ആർക്കും ഉണ്ടല്ലോ 1 മിനിറ്റ് പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. നമ്മൾ വേണമെന്ന് വെച്ചോ വേണ്ടാമെന്ന് വെച്ചോ, പക്ഷെ നമ്മളെപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരൊറ്റ കാര്യമുള്ളൂ, പ്രകൃതി ഗുണങ്ങൾ. നമുക്കറിയാമല്ലോ 3 ഗുണങ്ങളാണ്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണത്തിൻ്റെ അധീനതയിൽപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഇപ്പം നമ്മൾ ചുമ്മാ ഇരിക്കുകയാണെങ്കിലും എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ പിള്ളേരൊക്കെ കാണാമല്ലേ കാലും കൈയും ഇട്ട് അടിക്കുന്നത്, അങ്ങനെ എല്ലാം ചെയ്യും.